ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് സീസൺ 2 ആണ്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സീരീസ് ആയിരിക്കും. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതിലും വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അവരുടെ സ്കൂളാണ്. ഹ്യൂൺ വളരെ ധൃതിയോടെ നേരെ സിയൂണിൻ്റെ അടുത്തേക്ക് ചെന്ന്, നീ അബ്രോഡ് പോകുന്നില്ലെന്ന് പറഞ്ഞ് സത്യമാണോ? ആ, സത്യമാണ്. ഇത് കേട്ട ഹ്യൂണിന് ഭയങ്കര സന്തോഷമാവും. സിയൂൺ, ബാക്കു ആ യൂണിയനിൽ ചേർന്നെന്ന് കേട്ടല്ലോ, പിന്നെ എൻ്റെ കോളും അവൻ എടുക്കുന്നില്ല. അതിന് കാരണം നമ്മളാണോ? അവർ കാരണം ഇനി നമ്മൾ കഷ്ടപ്പെടണ്ട എന്ന് കരുതിയാണോ? ഹ്യൂണ്, നമ്മൾ അവനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയും. ശേഷം യൂണിയനിലെ പിള്ളേർ ബാക്കുവിനെ തല്ലി അതിൽ നിന്നും സന്തോഷം കണ്ടെത്തുകയാണ്. ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടിച്ചവന്മാരായിരിക്കും അത്. ആദ്യത്തെ കുറച്ച് അടിയൊക്കെ അവൻ സഹിക്കും, എന്നിട്ട് കഴിഞ്ഞോ എന്ന് ചോദിക്കും. ഇത് കണ്ട് മറ്റവന്മാർ ഇത് കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാവും. എന്നിട്ട് ബാക്കു അവൻ്റെ ദേഷ്യം തീരുന്നത് വരെ അവൻ്റെ മോന്തക്കെട്ട് കുത്താൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴേക്കും ബാക്കിയുള്ളവർ പിടിച്ചു മാറ്റുന്നു. ശേഷം ബേക്ക് ബാക്കുവിന് കുറച്ച് ക്യാഷ് കൊടുക്കും. ഇത് നിൻ്റെ അച്ഛന് കൊടുത്തേക്ക്. ബാക്കു, നീ എന്താടാ എനിക്ക് ചാരിറ്റി ചെയ്യണോ? എന്നെ വീണ്ടും തോൽപ്പിക്കാനല്ലേ നീ ഇതെനിക്ക് തന്നത്? അപ്പോൾ എങ്ങനെ വേണേലും നിനക്കത് സ്വീകരിക്കാമെന്ന് ബേക്ക് പറയും. എന്നിട്ട് അവൻ പുറത്തേക്ക് പോകുന്ന സമയം അവൻ്റെ കുട്ടിക്കാലം ഓർത്തെടുക്കും. അത്രയും പാവമായിരുന്ന ബേക്ക് ഒരുത്തനെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കു ആയിരിക്കും പിടിച്ചു മാറ്റുന്നത്. നീ എന്തിനാ എന്നെ തടയുന്നത്? നീ തന്നെയാ ഇതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്നായിരിക്കും ബേക്ക് പറയുന്നുണ്ടാവുക. ശേഷം രാവിലെ ബാക്കി 3 പേരും ബാക്കുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കും. അവിടേക്കാണെങ്കിൽ വലിയൊരു കയറ്റമുണ്ട്. ആ ബാക്കുവിനെ സമ്മതിക്കണം, ഒടുക്കത്തെ സ്റ്റാമിനയാണ് അവന്. അവരെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാകും. അങ്ങനെ അവൻ്റെ വീട്ടിലോട്ടെത്തുന്നു. ആ സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല. പെട്ടെന്നാണ് അവിടേക്ക് അവൻ്റെ അച്ഛൻ വരുന്നത്. അയാൾ അവരെ അകത്ത് കയറ്റി ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കും. ബാക്കു ഇപ്പോൾ ഇവിടേക്ക് വരാറില്ലല്ലേ? അതെന്താ? അത് അവന് കുട്ടികളെ തല്ലി മതിയായിട്ടില്ല. അവൻ അവൻ്റെ അമ്മയെ പോലെയാ. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പറയാനാവില്ല. നിങ്ങൾ ഇനി അവനെ കാണുകയാണെങ്കിൽ ഒന്നെങ്കിൽ ചാവാൻ പറ, അല്ലെങ്കിൽ തിരിച്ചു വന്ന് എൻ്റെ കൂടെ ചിക്കൻ ചുടാൻ പഠിക്കാൻ പറ. അപ്പോൾ സിയൂൺ, നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല. ശരിക്കും ബാക്കുവിനല്ല പ്രശ്നം. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കാണ് പ്രശ്നം. ഇത് കേട്ടതും അവൻ്റെ അച്ഛന് ദേഷ്യം വരും. ആ 3 എണ്ണത്തിനെയും ഗെറ്റ് ഔട്ട് അടിക്കും അയാൾ. എന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് സിയൂൺ, ബേക്കിനെന്താ ബാക്കുവിന് ഇത്ര ആവശ്യം? അവർ ഫ്രണ്ട്സ് ആയിരുന്നതല്ലേ? അതെ, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബേക്കിന് പഠിക്കാനല്ലാതെ വേറെ ഒന്നും അറിയില്ലായിരുന്നു. ഒരാളുടെ കണ്ണിലോട്ട് നോക്കാനുള്ള ധൈര്യം പോലും അവനുണ്ടായിരുന്നില്ല. ബാക്കുവാണ് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്നൊക്കെ ബേക്കിനെ പഠിപ്പിച്ചത്. ഈ ഫൈറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി ഞാൻ എന്നേ നിർത്തിയതാ എന്ന് ബാക്കു അന്ന് പറഞ്ഞ കാര്യം അവന് ഓർമ്മ വരും. ശേഷം അവരുടെ സ്കൂളിലെ ലഞ്ച് ടൈം ആയിരിക്കും കാണിക്കുന്നത്. അവിടെ ഹ്യോമാനോട് അവർ ബാക്കു യൂണിയനിൽ ജോയിൻ ചെയ്ത കാര്യം നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിനെന്താണെന്ന് ചോദിക്കൂ. അപ്പോൾ സിയൂൺ, അവൻ എവിടെയാണെന്നറിയോ? അപ്പോൾ എനിക്കെങ്ങനെ അറിയാനാ? ഇനി അറിയാമെങ്കിൽ ഞാനെന്തിനാ നിന്നോട് പറയണേ? ഹ്യൂൺ, ഇവൻ്റെ സംസാരം എനിക്കത്ര പിടിക്കുന്നില്ല. മര്യാദക്ക് എണീച്ച് ഉത്തരം പറയടാന്ന് പറയും. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ ബാക്കുവിനെ പറ്റി ചോദിക്കുമ്പോൾ അവനിപ്പോൾ ഡൈസൂങ് മോട്ടോർ സൈക്കിൾസിൽ പണിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കും. ശരിക്കും അവിടെ മണി ലോണ്ടറിങ് ആണ് നടക്കുന്നത്. ശരിക്കും അതിൻ്റെ ഓണർ ഒരു വലിയ ഗാങ്സ്റ്ററാണ്. പിന്നെ അവർ മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ, ബൈക്ക് അതൊക്കെ മോഷ്ടിച്ച് അതിന് നമ്പർ പ്ലേറ്റ് മാറ്റി പുതിയ പെയിൻറ്റും അടിച്ച് പാർട്സൊക്കെ മാറ്റി അത് ഓൺലൈനിലിട്ട് വിറ്റ് കാശുണ്ടാക്കും. അവരുടെ കയ്യിൽ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ആരും റിപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. അവർക്ക് വേണ്ടി പോലീസുകാർ തന്നെ കണ്ണടക്കും. അപ്പോൾ ഈ യൂണിയനിലെ ബോയ്സ് എന്തിനാ ബൈക്കിന് വേണ്ടി പണിയെടുക്കുന്നത്? അത് സിമ്പിളല്ലേ? അമ്മാതിരി കാശല്ലേ എറിയുന്നത്. അങ്ങനെ അവർ പോകാൻ നിൽക്കുമ്പോൾ, യോമാൻ, നിങ്ങൾ ബൈക്കിൻ്റെ അടുത്തേക്ക് പോവാണോ? നിങ്ങൾക്കറിയാലോ, എനിക്ക് അവനുമായി ഗുണിച്ചും ഹരിച്ചും തീരാത്ത കുറേ കണക്കുകളുണ്ട്. ഇതിനു വേണ്ടി നമുക്ക് ജോയിൻ്റ് ആയാലോ എന്ന് ചോദിക്കുമ്പോൾ സിയൂൺ, ഞങ്ങൾക്ക് നിൻ്റെ സഹായം വേണ്ടെന്ന് പറയും. അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ ജുൺ പതുക്കെ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കൂ. എന്താന്ന് ചോദിക്കുമ്പോൾ എന്ത് എന്നും ചോദിച്ച് അവൻ പോകുന്നു. ശേഷം സിയൂൺ അവരോട് വേറെ പ്രശ്നത്തിനൊന്നും പോകണ്ട, എൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയും. എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അവനത് അപ്പോൾ പറയുന്നുണ്ടാവില്ല. ശേഷം ബാക്കു വീട്ടിലെത്തി ആ കാശ് അവിടെ വെക്കും. ആ സമയം ബേക്ക് അവനൊരു ബൈക്കിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കും, അതിൻ്റെ ഡീറ്റെയിൽസും. എന്നിട്ട് വിളിച്ച് ഇതെന്തിനാ എനിക്ക് അയച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ അഡ്രസ്സിലേക്ക് ചെന്ന് ആ വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറയും, എന്ന് വെച്ചാൽ മോഷ്ടിക്കാൻ. ശേഷം സിയൂൺ ബേക്കിനെ കാണാനായി അവൻ്റെ സ്ഥലത്തേക്ക് ചെല്ലും. അവനെ കാണുമ്പോഴേ മനസ്സിലാവും ഇതന്ന് സിയോങ് ജെ അടിച്ചവനായിരിക്കുമെന്ന്. എനിക്ക് ബേക്കിനെ കാണണം, അവനോട് ചിലത് പറയാനുണ്ട്. അപ്പോൾ അവൻ ഇവിടെയില്ല, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറയും. ശേഷം ജുണ്ണും ഹ്യൂണും മാപ്പിൽ ഡൈസൂങ് മോട്ടോർ സൈക്കിൾസ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്.
അത് നോക്കി കറക്റ്റ് സ്ഥലത്തോട്ട് അവരെത്തുന്നു. പക്ഷെ അവിടെ എവിടെയും ഡൈസ്വിംഗ് മോട്ടോർ സൈക്കിൾസ് ഒന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അവിടെ എത്തി അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, വഴി തെറ്റിയോ എന്നൊക്കെ ഓർത്ത്. ജുൺ നമുക്കിത് സിയൂനോട് പറഞ്ഞിട്ട് പോരെയും ചോദിക്കുമ്പോൾ ഹ്യൂൺ ഇനിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബാക്കു സ്വയം വരുമെന്നാണോ? എന്നിട്ട് സൈഡിലുള്ള ഒരു ജനാല കാണും. ജൂണിനെ പുറത്ത് കയറ്റി അതിലൂടെ നോക്കിക്കും. നിനക്കെന്താണ് ഇത്ര വെയിറ്റ്? ഇത് കഴിഞ്ഞ് മര്യാദക്ക് വെയിറ്റ് കുറച്ചോണം. ആ നേരത്ത് അവൻ ഡൈസ്വിംഗ് മോട്ടോർ സൈക്കിൾസിൻ്റെ ഒരു ബോർഡ് കാണുന്നു. അങ്ങനെ സ്ഥലം ഇത് തന്നെയെന്ന് ഉറപ്പിക്കും. അങ്ങനെ ബാക്കുവിനെ ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ്. ശേഷം ബാക്കു ബൈക്ക് മോഷ്ടിക്കാൻ വന്നേക്കാണ്. എവിടെയൊക്കെയാണ് CCTV ഇല്ലാത്തതെന്ന് അവന് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ മോഷ്ടിക്കേണ്ട ബൈക്ക് വരും. അങ്ങനെ അതും എടുത്ത് മുങ്ങാൻ നോക്കുമ്പോൾ അവന് ഹ്യൂണിൻ്റെ കോള് വരും. പക്ഷെ അവനത് എടുക്കുന്നുണ്ടാവില്ല. അവരിപ്പോഴും അവന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂണിനാണെങ്കിൽ നല്ല പോലെ ദേഷ്യം വരുന്നുണ്ട്. ഇനി ബാക്കു ഇതിനകത്തുണ്ടെന്ന് കരുതി കുറേ മുട്ടി നോക്കും. അങ്ങനെ അവർ അതിനുള്ളിൽ കയറാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ വിൻഡോ വഴി അവരകത്ത് കയറുന്നു. പക്ഷെ അതിനുള്ളിൽ ആരും ഉണ്ടാവില്ല. പക്ഷെ ബാക്കുവിൻ്റെ അണ്ടർവെയർ ഹ്യൂൺ തിരിച്ചറിയുന്നു. ഒരു കടുവയുടെ ചിത്രമുള്ളതായിരിക്കും അത്. അവിടെ കുറേ പേപ്പേഴ്സും ഡോക്യുമെൻറ്റ്സും അവർ കാണുന്നു. യോമാൻ പറഞ്ഞ പേപ്പേഴ്സ് അതാണെന്ന് മനസ്സിലാക്കി ആ ലോക്ക് തകർത്ത് അതിനുള്ളിൽ കയറും. ശേഷം അവിടേക്ക് ബേക്ക് എത്തും. സിയൂൺ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്തെന്നാൽ സ്കോളർഷിപ്പുള്ള ഒരു ടോപ്പ് സ്റ്റുഡൻറ്റ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കുറേ കുറ്റകൃത്യങ്ങൾ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ബാക്കുവിനെ അറിയാതിരിക്കില്ലല്ലോ ആ റീസൺ. ആ സമയം ഹ്യൂണും ജൂണും അതിനുള്ളിൽ കയറി എല്ലാ പേപ്പേഴ്സും തപ്പുന്നത് CCTV വഴി സിയൂണിന് കാണിച്ചു കൊടുക്കും. എൻ്റെ പിള്ളേർ വൈകാതെ അവിടെ എത്തും. ഇനി നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ചെയ്തോ. എന്തേ നീ പേടിച്ചു പോയോ? ആ നേരത്താണ് ബാക്കു അവിടെ എത്തുന്നത്. നീ എന്താ ഇവിടെ എന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെടും. എന്നിട്ട് അവനെയും കൂട്ടി പുറത്തേക്ക് പോകും. സിയൂൺ ഹ്യൂണും ജൂണും ഡൈസ്വിംഗ് മോട്ടോർ സൈക്കിൾസിലുണ്ട്. യൂണിയൻ മെമ്പേഴ്സ് ഉടൻ തന്നെ അവിടെ എത്തും. നമുക്ക് പോകണം. ബാക്കുവിനാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടാവും. ബേക്ക് ബാക്കുവിനെ വിളിക്കുമ്പോൾ സിയൂണിനോട് പൊക്കോളാൻ പറയും. ഞാൻ ഓക്കെ ആയിരിക്കും. ആ ബൈക്ക് ഞാൻ മോഷ്ടിച്ചില്ല. നീ നിനക്കിഷ്ടമുള്ളത് ചെയ്യ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഞാനും നീയും തമ്മിൽ ഒത്തുപോവില്ലെന്ന്. അതുകൊണ്ട് ഇനി എൻ്റെ പിന്നാലെ വരരുത്. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. നല്ലപോലെ ജീവിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞ് അവൻ പോകും. ശേഷം അവർ അവിടുന്ന് ബൈക്കൊക്കെ പർച്ചേസ് ചെയ്ത ഒരു റെക്കോർഡ് ബുക്ക് കാണും. മോഷ്ടിച്ചു വിറ്റ ബൈക്കുകളുടെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാകും. അത് അവരെടുത്ത് പോകാൻ നേരം യൂണിയനിലെ പിള്ളേർ അവിടെ എത്തും. ഹ്യൂൺ ജൂണിനോട് മാറി നിൽക്കാൻ പറയും. ഒരു ഫൈറ്റിനായി തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ ഫൈറ്റ് തുടങ്ങും. അതിനിടയിൽ ഹ്യൂണിനെ അടിക്കാൻ നേരം ജുൺ വന്ന് മറ്റവനെ തള്ളിയിടും. ജുണ്ണിനോട് എൻ്റെ പിന്നാലെ തന്നെ നിന്നു പറഞ്ഞ് ഒരു കമ്പി എടുത്ത് വീശി അവരെ പേടിപ്പിച്ച് അവിടുന്ന് സ്ഥലം വിടുകയാണ്. പിന്നാലെ അവന്മാരും വെച്ചു പിടിക്കും. മറുഭാഗത്ത് സിയൂൺ അവരെ രക്ഷിക്കാനായി ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്താണ് അവനൊരു കോള് വരുന്നത്. അത് ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും. ഇവിടെ യാങ്സു എന്ന പേഷ്യൻ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണ് വിസിറ്റർ ലോഗിൽ നിന്ന് നിങ്ങളുടെ നമ്പർ എടുത്ത് വിളിച്ചത്. പേഷ്യൻറ്റിൻ്റെ വേറെ ആരുമില്ലെങ്കിൽ നിങ്ങൾ തന്നെ പെട്ടെന്ന് വരണമെന്ന് പറയും. ഇതും കേട്ട് സ്റ്റക്കായി നിൽക്കുകയായിരിക്കും സിയൂൺ എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.